ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ്. വഴുതനങ്ങ കൊണ്ടൊരു മസാല കറി. ഇത് എൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ്. ശരിക്കും ഇത് എവിടെയും അധികം കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് വന്നിട്ട് എന്താ പറയുക, നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായ ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇത് ഇന്ന് എൻ്റെ അമ്മയുടെ വകയാണ് പ്രിപ്പറേഷൻ. ഇതിന് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ വഴുതനങ്ങ. അതിനിപ്പം ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ 2 വലിയുള്ളി, 2 തക്കാളി, 10 ചെറിയുള്ളി, പിന്നെ വന്നിട്ട് 2 പച്ചമുളക്, പിന്നെ വന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചെറിയുള്ളി നമ്മൾ എടുത്ത് വെച്ചാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും, പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യണത് എന്താ പറഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ഈ വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ഇഞ്ചിയുടെയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒരു ഫൈനായിട്ട് പേസ്റ്റായി എടുക്കണം കേട്ടോ. ഇങ്ങനെ കിട്ടും. ഈ അധികം വെള്ളം ഒഴിക്കാതെ ഒരു തിക്ക് പേസ്റ്റായിട്ട് എടുക്കണം. എന്നാൽ ഇത് മസാല കറി ആയതുകൊണ്ട് അത് നമുക്ക് അതിന് ശേഷം നമുക്ക് വഴുതനങ്ങ വന്ന് ഇങ്ങനെ നടു കീറിയിട്ട് ഇങ്ങനത്തെ ചെറിയ സൈസായിട്ടുള്ള വഴുതനങ്ങ എടുക്കണം. ഇത് എങ്ങനെയെന്നാൽ ഇങ്ങനെ 4ആയിട്ട് നടു കീറിയിട്ട് ഇടണം. അപ്പോഴാണ് മസാല വന്ന് അതിൻ്റെ ഉള്ളിൽ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ വഴുതനങ്ങ ഒന്ന് നന്നായി 4ആയിട്ട് കീറുമ്പോൾ ചെക്ക് ചെയ്യുക. വല്ല പുഴു വന്ന വഴുതനങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് നന്നായി ഒന്ന് ചെക്ക് ചെയ്തിട്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പം ഒന്ന് നന്നായി ഇങ്ങനെ 4ആയി കീറിയിട്ട് നമുക്കിത് റെഡിയായിട്ട് വെക്കാം. ഇത് റെഡിയായിട്ട് വെക്കണമെന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടായതിന് ശേഷം ഇനി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴുതനങ്ങ വന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്കറിയില്ലോ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വരുമ്പോൾ പുറമേ ഉള്ള കളറില്ല ചേഞ്ചായി വരും. അതുവരയ്ക്കും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം വന്നു തുടങ്ങി കേട്ടോ. കണ്ടോ, കളറിലൊരു ചേഞ്ചസ് വരുന്നത് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ ഇത് മാറി ഇങ്ങനെ ഒരു ഓർഡിനറി ഇതിലേക്ക് വരാൻ തുടങ്ങി. ഈ ഒരു ഇതിലേക്ക് വന്നുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഒരു ചട്ടി എടുത്തതിന് ശേഷം അത് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടായിട്ടില്ല, ചൂടായി തുടങ്ങണുള്ളൂ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഗോൾഡ് വിന്നർ ആണെങ്കിൽ ഗോൾഡ് വിന്നർ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ടാവും, ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓൾറെഡി നമ്മൾ സവോള 2 എണ്ണം എടുത്തിരുന്നത് അത് കട്ട് ചെയ്തിട്ടും പച്ചമുളക് 2 എണ്ണം ഉണ്ട്, അതും കട്ട് ചെയ്ത് ഇത് കൂടെ ഇട്ടിട്ട് കുറച്ച് കരിവേപ്പിലയും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് വാടി വരണവരേക്കും ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. അപ്പം നമുക്കതൊന്ന് നന്നായി വെന്ത് വരുന്നവരേക്കും ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം വെന്ത് വരികയാണ് കേട്ടോ.
വെന്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ സവോള വെന്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ ഒരു വേവിൽ വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ആക്ച്വലി ഗ്രേവി അല്ല, മസാലയാണ്. അപ്പോൾ ഒരു തിക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 2 തക്കാളി വന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും ഇളക്കി കൊടുക്കുക. അത് വേവണ വരയ്ക്കും നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി വേവണം. തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറണ വരയ്ക്കും തക്കാളി വെന്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ വഴുതനങ്ങ ഇതിലിട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ തൂവി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മസാലയാണ്, അതാണ് കൂടുതൽ വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ പേസ്റ്റ് അരച്ചതിൻ്റെ ആ ഒരു ബാലൻസ് ഉള്ള വെള്ളം കുറച്ചേശം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ശരിക്കും ഒരു മസാല കറി ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു നല്ല തള വരുന്ന വരയ്ക്കും ഒരു 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടിരിക്കുകയാണ്. നമുക്കിത് ഇളക്കി കൊടുക്കാം. ശരിക്കും ഇത് നന്നായി കുക്കായിട്ടോ. ഇതിപ്പോൾ ഒരു അടിപൊളി വഴുതനങ്ങ മസാല കറി. ഇത് ശരിക്കും എൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ ഇന്നേ വരെ വേറെ ആരും ഈ ഒരു ഇതിലുണ്ടാക്കി കണ്ടിട്ടില്ല റെസിപ്പി. ഇത് ശരിക്കും ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ കിടുവാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ. താങ്ക് യു.